മാത്യു ചൈന. അജിയ, എടാ കഴിവേറുടെ മോനെ, നീ എന്നാ പരിപാടിയാടാ പോയി കാണിച്ചേ? എടാ ഞാൻ ഉറങ്ങിയിട്ടില്ല, നിനക്കറിയോ? നിന്റെ മമ്മിയോട് എനിക്ക് എന്തെങ്കിലും പറയാൻ നോക്കൂ. പറ്റിപ്പോയതാപ്പാ. ഇപ്പൊ നിനക്ക് അവിടെ എന്നാ പരിപാടി? ബീച്ചിൽ കൂടെ പാട്ടും പാടി നടക്കു വന്നോ? അടുത്ത വണ്ടി പിടിക്കണം. ഇവിടെ ഒരു സുഖവും ഇല്ലടാവേ. ഓരോ സാറ് രാജിവെച്ചു. ഞാനിപ്പോൾ അത് കാരണം അങ്ങനെ പുറത്തെങ്കിലും പോകാറുമില്ല. പിന്നെ നിന്റെ വണ്ടി ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വരാപ്പാ. പിന്നെ ഇവിടുന്ന് പോയ എൻ്റെ പഴയ അജിയായിട്ടിങ്ങ് തിരിച്ചു വരണം. മനസ്സിനും ശരീരത്തിനും ഏറ്റ മുറിവുകളൊക്കെ അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചു പോരും കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാരുടെ ഒരു രീതിയാ. നിങ്ങൾ സഖാക്കൾക്ക് ഇനി അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇടാവേ അവിടം വരെ പോയ സ്ഥിതിക്ക് നീ ആ കല്യാണം കൂടെ കൂടിയച്ചിങ്ങ് പോന്നാ മതി. എന്നാ ഞാൻ എന്താ വച്ചേക്കുവാ. ശരിയപ്പാ. ഇപ്പൊ വരും. വിളിച്ചായിരുന്നോ? ഇല്ലടി. എങ്ങനെയാ വന്നത്? നീയല്ല എന്നോട് വരാൻ പറഞ്ഞു. ഒരിക്കലും ചേരാത്ത രണ്ടുപേര് പിരിയുന്നത് തന്നെ നല്ലത്. പക്ഷെ സാറാ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റ് ഒട്ടിച്ചും നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല. ശരിക്കും ചതിക്കില്ല. വഴിയിലിട്ടിട്ട് പോകത്തുമില്ല. അവരാഗ്രഹിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. സാറാ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന്റെ യാത്ര എന്ന എക്സ്പീരിയൻസ് അത് നിന്നോട് പറഞ്ഞാൽ എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ യാത്രയ്ക്ക് ഇപ്പൊ എന്റെ ജീവിതത്തോളം വിലയുണ്ട്. അതിന് നിനക്കൊരു താങ്ക്സ്. അജി, നിന്നെ വിഷമിപ്പിക്കാൻ കരുതിയതല്ല ഞാൻ. എനിക്ക് ഒരു കാര്യത്തിൽ വിഷമമുള്ളൂ. ഞാൻ നിന്നെ തേടി വരില്ലെന്ന് നീ വിശ്വസിച്ചല്ലോ. സാറാ മേരി കുര്യൻ, ഓൾ ദി ബെസ്റ്റ്.